തിരുവനന്തപുരം ജില്ലയിൽ പഞ്ചായത്ത് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ സംഭവത്തിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ സംഭവിച്ചു. പാങ്ങോട് പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ ജയിച്ച UDF പ്രസിഡന്റ് S. ഗീത രാജിവെച്ചു. SDPI പിന്തുണ വേണ്ട എന്ന നിലപാടിലാണ് ഈ രാജി. ഇരട്ടി ഭൂരിപക്ഷം ഉണ്ടായിട്ടും നാവായിക്കുളം പഞ്ചായത്തിൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. വിവരങ്ങളുമായി സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലിം, ഈ രീതിയിൽ UDFന് പിന്തുണ, SDPI പിന്തുണ എന്നുള്ളത് നേരത്തെ തന്നെ ആർക്കൊപ്പം SDPI നിൽക്കുന്നതൊക്കെ നമ്മൾ ഈ ഇലക്ഷൻ പ്രചാരണ സമയത്ത് കണ്ടതാണ്, അത് കൂടുതലായി കേട്ടതാണ്. ഈ വോട്ടെടുപ്പിന് ശേഷം ഈ രീതിയിൽ ഇപ്പോൾ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ SDPI പിന്തുണ വേണ്ട എന്ന് വെക്കുകയും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ മാറി നിൽക്കുന്ന സ്ഥിതിയൊക്കെ വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് അവിടെ? എന്തുകൊണ്ടാണ് ഇത്തരൊരു നിലപാട് ഇന്ന് UDF സ്വീകരിക്കാൻ കാരണം? പ്രജിൻ, നേരത്തെ തന്നെ KPCCയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, ഏതെങ്കിലും നിലയിൽ ഏത് പഞ്ചായത്തിലാണെങ്കിലും SDPI പിന്തുണയോടുകൂടി പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയി ജയിച്ചു വന്നാൽ ഉടൻ തന്നെ രാജിവെക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പാങ്ങോട് പഞ്ചായത്തിലും ആ നിർദ്ദേശമാണ് നടപ്പിലായത്. പാങ്ങോട് പഞ്ചായത്തിൽ നിലവിൽ LDFന് 7, UDFന് വെൽഫെയർ പാർട്ടി കൂടി ചേർത്ത് 7, ഒപ്പം BJP 2, SDPI 3 എന്നിങ്ങനെയാണ് കക്ഷിനില. അതിനിടയിലാണ് സ്വാഭാവികമായും നറുക്കെടുപ്പായിരുന്നു അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. അതിനിടയിലാണ് SDPIയുടെ 3 അംഗങ്ങളും UDFന് പിന്തുണ നൽകിയത്. അതോടുകൂടി S. ഗീതയെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെ LDF ഈ വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ചത് എന്ന വാദമുയർത്തി. പിന്നാലെ UDFലും 2 അഭിപ്രായമുണ്ടായി. കോൺഗ്രസിൽ തന്നെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞത് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ചർച്ച ഉച്ചവരെ നീണ്ടുപോയി. അതിന് പിന്നാലെയാണ് DCCയുടെ കൂടി നിർദ്ദേശം വന്നതിന് പിന്നാലെ ഉച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കയറുന്നതിന് തൊട്ട് മുൻപ് S. ഗീത രാജിവെച്ചതോടുകൂടി SDPI പിന്തുണ വേണ്ട, അതുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം മറ്റൊരു ദിവസം വീണ്ടും അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. ഒപ്പം തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ടിസ്റ്റ്, അത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൗതുകമുള്ള, ഏറ്റവും രാഷ്ട്രീയ നാടകം കണ്ട പഞ്ചായത്ത് നാവായിക്കുളം പഞ്ചായത്താണ്. മൃഗീയ ഭൂരിപക്ഷമായിരുന്നു UDFന് നാവായിക്കുളം പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. 24 അംഗങ്ങളുള്ള നാവായിക്കുളം പഞ്ചായത്തിൽ 12 സീറ്റുകളും UDF ആയിരുന്നു വിജയിച്ചത്. LDFനും BJPക്കും 6 വീതം സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇരട്ടി സീറ്റുകളായിരുന്നു UDFന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. UDFിൽ നിന്ന് തന്നെ മത്സരിച്ച് ജയിച്ച ആസിഫ് കടയിലാണ് LDF പിന്തുണയോടുകൂടിയോടെ പ്രസിഡന്റായത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി ഗ്രൂപ്പ് തർക്കം മൂലം ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വെറും 8 വോട്ട് മാത്രമാണ് ലഭിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും അതേപോലെ തന്നെ അതേ ടാലിയിലാണ് വോട്ട് വന്നത്. കോൺഗ്രസിൽ നിന്ന് ജയിച്ച ആളാണ് അവിടെ നാവായിക്കുളത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തത്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലായിരുന്നു. ഒപ്പം തന്നെ മറ്റ് പല പഞ്ചായത്തുകളിലും ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട്. പള്ളിക്കൽ പഞ്ചായത്തിൽ സ്വതന്ത്രനെ പ്രസിഡന്റാക്കിക്കൊണ്ടാണ് UDF ഭരണം പിടിച്ചെടുത്തത്. LDF വിമതനായ M. സദീവനാണ് UDFന്റെ അവിടെ UDF പിന്തുണയോടുകൂടി പ്രസിഡന്റ് ആയത്. ഒപ്പം പുല്ലമ്പാറ പഞ്ചായത്തിലും സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് UDF വിജയിച്ചത്. UDFിലെ S. ജയകുമാരിയാണ് അവിടെ പ്രസിഡന്റ് ആയത്. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലും LDF വിമതയായ കുഞ്ഞുമോൾ UDF പിന്തുണയിൽ പ്രസിഡന്റായി. അങ്ങനെ പല സ്ഥലങ്ങളിലും ആ നിലയിൽ UDF LDF വിമതരെ ഒപ്പം കൂട്ടി അവരെ പ്രസിഡന്റ് ആക്കിയോ അതല്ലെങ്കിൽ അവരുടെ പിന്തുണ തേടിയോ പ്രസിഡന്റ് ആയിട്ടുണ്ട്. സമാനമായി തന്നെ സമാനമായി മംഗലപുരം പഞ്ചായത്തിൽ UDF വിമതനെ ഒപ്പം കൂട്ടി LDFും ഭരണം പിടിച്ചു. UDF വിമതനായ ശ്രീചന്ദിനെ അധ്യക്ഷനാക്കിക്കൊണ്ടാണ് അവിടെ 7 വീതം സീറ്റുകൾ 3 മുന്നണികൾക്കും ഉണ്ടായിരുന്ന സ്ഥലത്ത് LDF ഭരണം പിടിച്ചത്. എന്തായാലും ഭരണം പിടിക്കാനുള്ള കളികൾ അത് ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ ദിനത്തിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1-2 സ്ഥലങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പലയിടങ്ങളിലായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത സംഭവമാണ് എന്നതാണ് വസ്തുത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.